ഇന്നത്തെ നമ്മുടെ റെസിപ്പി കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് വെള്ളരിക്കയാണ്. നമ്മൾ സലാഡിനൊക്കെ എടുക്കുന്ന സലാഡ് വെള്ളരിക്ക. ഞാനിപ്പോൾ ഒന്ന് കഴുകിയ ശേഷം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് സവാളയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു സവാള നല്ല പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ എരിവ് അനുസരിച്ച് പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക് നല്ല പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടുന്നത് കടലമാവാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ദോശമാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇവിടെ കിട്ടേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇവിടെ കിട്ടേണ്ടത്. ആവശ്യമെങ്കിൽ നമ്മളൊരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പരുവത്തിനൊന്ന് കലക്കിയെടുത്താൽ മതി. ഈ സമയത്തൊന്ന് രുചിച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അല്പം ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തവി മാവ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത് ഒരുപാടൊന്നും പരത്തി കൊടുക്കേണ്ട, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ചുട്ടെടുത്താൽ മതി. ഇനി നമുക്കിതൊരു അല്പസമയം ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരല്പസമയം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ചായി വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഈ സൈഡ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ 2 സൈഡും നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെയൊന്ന് ചുട്ടെടുക്കണം. അങ്ങനെ വെള്ളരിക്കയും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.